മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് നമ്മുടെ എം വി ഗോവിന്ദൻ മാഷ് VS അച്യുതാനന്ദനെ പോയി കണ്ടു. പുതിയ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നതിന് മുൻപാണ് തിരുവനന്തപുരത്തുള്ള VS അച്യുതാനന്ദനെ എം വി ഗോവിന്ദൻ മാഷ് പോയി കണ്ടിരിക്കുന്നത്. റഹീസ് റഷീദ് നൽകും കൂടുതൽ വിവരങ്ങൾ. റഹീസ്, നേരത്തെ VS അച്യുതാനന്ദനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ വലിയ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഗോവിന്ദൻ മാഷ് പറഞ്ഞു ആ ചർച്ച തന്നെ അസ്ഥാനത്താണ്. പാർട്ടി കോൺഗ്രസ്സാണ് സാധാരണ അടുത്ത കമ്മിറ്റിയിലേക്കുള്ള ക്ഷണിതാക്കളെ തീരുമാനിക്കുന്നത്. മുതിർന്ന അംഗം എന്ന നിലയിൽ അദ്ദേഹം ക്ഷണിതാവായി തുടരും എന്നത് പറഞ്ഞു. ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് എം വി ഗോവിന്ദൻ മാഷ് പോയി കാണുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കവുമാണ്. സ്വാഭാവികമായും സമ്മേളനം തിരഞ്ഞെടുത്ത സെക്രട്ടറി ആയിട്ട് കൊല്ലം സമ്മേളനം കഴിഞ്ഞിട്ടാണ് വരുന്നത് എം വി ഗോവിന്ദൻ മാഷ്. സ്വാഭാവികമായും ഏറ്റവും മുതിർന്ന ജീവിച്ചിരിക്കുന്ന ഒരു നേതാവെന്നതിൽ ബാട്ടൻഹള്ളിയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ രാവിലെ എം വി ഗോവിന്ദൻ എത്തി. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ പുറത്തുനിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ടു. ഭാര്യ വസുമതിയും മകൻ അരുൺകുമാറും കൂടിയാണ് സ്വീകരിച്ചത്. അതിനുശേഷം അദ്ദേഹം തിരിച്ചിറങ്ങിയതിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടു. VS കണ്ടു, മുതിർന്ന നേതാവാണ്, VS രാഷ്ട്രീയ ജീവിതം ഒരു കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രം കൂടിയാണെന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിലേക്ക് അദ്ദേഹം പോയി. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി യോഗം AKG സെൻറ്ററിൽ നടക്കുകയാണ്. പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ യോഗമാണ്. 89 പേർ പങ്കെടുക്കുന്ന ഒരു യോഗം. ആ യോഗത്തിൽ പാർട്ടി 89+1 വീണ ജോർജ് ക്ഷണിതാവുണ്ടല്ലോ. ജോർജ് ക്ഷണിതാവ് 89 പടത്തിൽ 90 പേര് വരും. 90 പേരുടെ യോഗം. മാത്രമല്ല ഈ ഇന്നിപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കുന്നതും ഈ പോയി കണ്ടതുമെല്ലാം ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതില്ല എന്നുള്ളത് വളരെ വ്യക്തമായി വിശദീകരിക്കാൻ കൂടിയാണ്. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടത്തിൽ ഈ ക്ഷണിതാക്കളെ നിശ്ചയിച്ചപ്പോൾ വീണ ജോർജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ പലതരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച തുടങ്ങിയിരുന്നു. VS എന്തുകൊണ്ട് ഒഴിവാക്കി, നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അതിന് പിറ്റേ ദിവസം ദേശാഭിമാനിയിൽ എഴുതുന്നുണ്ട് VS കരുത്താണ്, പാർട്ടിയുടെ കരുത്താണെന്ന്. മാധ്യമങ്ങളെ കണ്ടു പറയുന്നു ക്ഷണിതാവും ഉറപ്പാണ്. അതിപ്പോൾ സമ്മേളനം കഴിഞ്ഞ് ആദ്യ കമ്മിറ്റി കൂടുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുൻപ് കാണുന്നു. അത് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കുക എന്നുള്ള സന്ദേശം കൂടിയാണല്ലേ റൈസ്? അല്ല, അതിനകത്ത് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സും. സ്വാഭാവികമായിട്ടും VS ക്ഷണിതാവാകും എന്ന കാര്യത്തിൽ ഉറപ്പായിരുന്നു. അത് പക്ഷേ അതിൻ്റെ നടപടിക്രമം പാർട്ടി കോൺഗ്രസ് കഴിയും. അതറിയാതെ ഏതൊക്കെയോ തരത്തിൽ ചർച്ചകൾ വന്നപ്പോൾ അതിനൊന്ന് ക്ലിയർ ചെയ്തതാണത്. ഇനി അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള കാർമേഘവും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അക്കാര്യങ്ങൾ എം വി ഗോവിന്ദൻ മാഷ് വിശദമാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. അമ്പലമുക്കിൽ നിന്ന് നമ്മൾ